നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് ആര് വരും? ഏതായാലും നേതൃമാറ്റം കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാന ഘടകങ്ങളിലും തീരുമാനമുണ്ടാകും. അപ്പോൾ അണികൾ ചർച്ച ചെയ്യുന്നത് കെ സുരേന്ദ്രന് പകരം വരിക ശോഭാ സുരേന്ദ്രനോ അതോ രാജീവ് ചന്ദ്രശേഖറോ? ശോഭാ സുരേന്ദ്രനാണ് ചാൻസ് എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കെ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അമിത്ഷാ. ഇക്കാര്യമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പ് ഈ മാസം 15-ന് മുമ്പ് നടക്കും. ദേശീയ അധ്യക്ഷനെ ഈ മാസം ഒടുവിൽ തീരുമാനിക്കുമെന്നാണ് നിലവിലെ വിവരം. ദേശീയ അധ്യക്ഷനെയും സംസ്ഥാന അധ്യക്ഷന്മാരെയും ദേശീയ കൗൺസിൽ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ബി.ജെ.പി. സംഘടനാ തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര നേതാക്കൾ വ്യക്തമാക്കി. സംസ്ഥാന അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ നേതാക്കളെ പാർട്ടി ഇതിനോടകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതല കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മേഘാലയയുടെയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന് നാഗാലാൻഡിന്റെയും ചുമതലയാണ്. ലക്ഷദ്വീപിൽ പൊൻ രാധാകൃഷ്ണനും മേൽനോട്ടം വഹിക്കും. 29 സംസ്ഥാനങ്ങളിൽ അധ്യക്ഷന്മാരെ കണ്ടെത്തുന്നതിനായുള്ള വിവിധ ദേശീയ ഭാരവാഹികളെയും കേന്ദ്രമന്ത്രിമാരെയും ബി.ജെ.പി. നിയോഗിച്ചത്. ഈ വർഷം മധ്യത്തോടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ സംസ്ഥാന അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പ് പാർട്ടിക്ക് നിർണായകമാണ്. ജനുവരി അവസാന വാരത്തോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. 2019 മുതൽ ദേശീയ അധ്യക്ഷ പദവിയിൽ തുടരുന്ന ജെ.പി. നഡ്ഡ 3ാം മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയാണ്. ദേശീയ അധ്യക്ഷന് തുടർച്ചയായി 2 തവണ മാത്രമേ അവസരം അനുവദിക്കാനാവൂ എന്നാണ് ബി.ജെ.പി. ഭരണഘടനയിലെ വ്യവസ്ഥ. സംസ്ഥാന ബി.ജെ.പി. നേതൃമാറ്റത്തിന് നീക്കം നടക്കുന്നുണ്ട്. പുതിയ അധ്യക്ഷനെ ഉടൻ നിയമിച്ചേക്കും. രാജീവ് ചന്ദ്രശേഖറിന്റെയും എം.ഡി. രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരാണ് പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമിത്ഷാ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രസിഡന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖറുടെ അഭിപ്രായം തേടിയിരുന്നു. എന്നാൽ ശോഭയും അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാർട്ടിയിലെ വോട്ട് ചോർച്ചയെക്കുറിച്ച് കേന്ദ്രത്തെ അറിയിച്ചതു മുതൽ ശോഭ അമിത്ഷായ്ക്ക് പ്രിയപ്പെട്ട നേതാവാണ്. എന്തായാലും സുരേന്ദ്രനെ വെട്ടി അവിടെ ശോഭ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ തെളിഞ്ഞു കാണുന്നത്. കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ അനുകൂല നിലപാടല്ല രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചതെന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. കേരളത്തിൽ സ്ഥിരമായി തുടരേണ്ടി വരുമെന്നതിനാണ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ പിൻവലിയെന്നുള്ള പ്രധാന കാരണം. കേരളത്തിലെ ബി.ജെ.പിയിലെ ഗ്രൂപ്പിസവും താഴെത്തട്ടിലെ നേതാക്കളുമായുള്ള അടുപ്പമില്ലായ്മയും മറ്റൊരു കാരണമായിരുന്നു.